കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. എല്ലാ മുട്ടും മടങ്ങുന്ന നാമമാണ് നമ്മുടെ യേശുവിൻ്റെ നാമം. ഭൂതങ്ങൾ അലറിയോടുന്ന നാമം, കുരുടരുടെ കണ്ണ് തുറന്ന നാമം, ചെകിടർ കേട്ട നാമം, ഊമർ സംസാരിച്ച നാമം, മുടന്തർമാനെ പോലെ കുതിക്കുന്ന നാമം, ലോകത്തിലെ എല്ലാ നാമത്തിനും മേലായ നാമത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാ മുട്ടും മടങ്ങുന്ന എല്ലാ നാവും പുകഴുന്ന നാമമാണ് നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠ നാമം. ആ നാമത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ ആരാധിക്കാം. ഓരോ ദിവസവും ജയത്തോടെ നമ്മെ നടത്തുന്ന ദൈവത്തിന് നന്ദി പറയാം. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള ഉന്നതനായ ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം, നമ്മുടെ ആരാധ്യ പുരുഷൻ. അവിടുത്തെ പ്രവൃത്തികൾ അത്യുത്തമമാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടത്തില്ല. തിരുവെഴുത്ത് പറയുന്നു, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എന്ത് മാറിയാലും. അതുകൊണ്ടാണ് മറ്റടുത്ത് പറയുന്നത്, യഹോവയായ ഞാൻ മാറാത്തവൻ. പ്രിയരെ, നമ്മുടെ ജീവിതയാത്രയിൽ പലരും മാറിപ്പോയില്ലേ, പലരും മറന്നുപോയില്ലേ, ബന്ധം വിട്ടുപോയില്ലേ. പക്ഷേ മാറാത്തൊരു കർത്താവ്, കൂടെയിരുന്നവൻ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ മുൻപോട്ട് പോകും, ആരും സഹായിക്കുമെന്നൊക്കെ ചിന്തിച്ചപ്പോൾ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദം, ഇമ്പശബ്ദം, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്ന, അപ്പനെ മക്കളോട് കരുണ തോന്നുന്ന പോലെ കരുണ തോന്നുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ പ്രകൃതി അവിടുന്ന് അറിയുന്ന ദൈവമാണ്. ഓരോ ജഡത്തിനും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ, വിശുദ്ധിയിൽ മഹിമയുള്ളവൻ, സ്തുതികളിൽ ഭയങ്കരൻ, താൻ മാത്രം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ആ ദൈവത്തിൻ്റെ മുൻപാകെ ഇന്നു പകൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നിരൂപണങ്ങളെല്ലാം ദൂരത്ത് നിന്ന് അവിടുന്ന് അറിയുന്നു. അവിടുന്ന് അറിയാതെ ഒരു വാക്കും നമ്മുടെ നാവിന്മേൽ ഉണ്ടാകരുത്. സ്തോത്രം. ഇരിക്കുന്നത് അറിയുന്ന, എഴുന്നേൽക്കുന്നത് അറിയുന്ന, നിരൂപണങ്ങൾ അറിയുന്നത് മറ്റാർക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളും ചിന്തകളും വ്യാകുലങ്ങളും അറിയാൻ പറ്റില്ല. പക്ഷേ അറിയുന്ന ഒരു ദൈവം ഉത്തരവും നൽകും. സ്തോത്രം. എളിയവരുടെ പീഡയും ദീർഘശ്വാസവും നിമിത്തം എഴുന്നേറ്റ് വരുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ദീർഘമായി ശ്വാസം വിടുന്നതിൻ്റെ അർത്ഥം പോലും ഗ്രഹിക്കുന്ന, അതിന് മറുപടി നൽകുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമാണ്. മറിയ കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ട് നിൽക്കുക. അവൾ കുനിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തിത്വം എവിടെ കാണുന്നില്ല. പക്ഷേ മറിയോട് പറയുകയാണ്, മറിയ, നീ കരയുന്നതെന്താ? അവൾക്കാരാന്ന് മനസ്സിലായില്ല. അവൾ വീണ്ടും തിരിഞ്ഞു നോക്കി, യജമാനെ എന്ന് വിളിച്ചു. തോട്ടക്കാരനാണെന്ന് വിചാരിച്ചാണ്. പക്ഷേ അവളുടെ വേദനയുടെ ആഴം മനസ്സിലാക്കി കർത്താവ് വിളിക്കുക, മറിയേ. അവൾ തിരിച്ചറിഞ്ഞിട്ട് ചോദിച്ചു, റബ്ബുനി, ഗുരു. ആ കർത്താവിൻ്റെ സ്നേഹം കണ്ടോ? കരയുന്നവരെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരുവൻ. സ്തോത്രം. തനിക്കുള്ളവയെ അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് മറ്റാരും അറിഞ്ഞില്ലെങ്കിൽ, നിങ്ങളുടെ സങ്കടം മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങളുടെ സങ്കടം അറിയുന്ന ഒരു ദൈവം തനിക്കുള്ളവയെ അറിയുന്നു.
തൻ്റെ ജനത്തെ അറിയുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വചനത്താൽ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ ജനത്തെ അറിയാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ സന്ദേശം ഇന്ന് പ്രഭാതത്തിൽ ഏറ്റെടുക്കട്ടെ. എന്നെ അറിയുന്ന ഒരുത്തനുണ്ട്, എന്നെ കാണുന്ന ഒരുത്തനുണ്ട്, എന്നെ മനസ്സിലാക്കുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേര് നസ്രന, യേശു. മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ. മത്തായി സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യം. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈ സംഭവം നമുക്കെല്ലാം അറിയാം. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാ മരുഭൂമിയിലേക്ക് നടത്തി. 40 പകലും 40 രാവും യേശു ഉപവസിച്ച ശേഷം യേശുവിന് വിശന്നു. പരീക്ഷകനടുത്ത് വന്നു. ഈ ഭാഗമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ആ പരീക്ഷയുടെ ഒരു ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. 8-ാം വാക്യം ശ്രദ്ധിക്കൂ. പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവരുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. ഇനി നമ്മുടെ കുറിവാക്യം. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ. പ്രിയരെ, പരീക്ഷിക്കാൻ വരുന്ന ശക്തികളോട് വിട്ടുപോകാൻ പറയാനുള്ള ഒരു ആത്മിക അധികാരം ദൈവം തൻ്റെ മക്കൾക്ക് നൽകിയിട്ടുണ്ട്. ഏത് ശക്തികൾ നമ്മളെ പരീക്ഷിക്കുവാൻ, വീഴ്ത്തുവാൻ, തന്ത്രത്തിൽ കുടുക്കുവാൻ പദ്ധതിയുമായി വരുമ്പോൾ അതിനെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ്, കാരണം പരിശുദ്ധാത്മാവാണല്ലോ യേശുവിനെ നടത്തിയത്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ ഇതിനെ തിരിച്ചറിഞ്ഞ് അതിനോട് വിട്ടുപോകാൻ പറയാൻ ഒരാത്മിക അധികാരം ദൈവമക്കൾ, ദൈവസഭ ഈ ദിവസങ്ങൾ പ്രാപിക്കണം. സ്തോത്രം. നിങ്ങളുടെ ശരീരത്തിനെതിരെ ആകട്ടെ, കുടുംബത്തിനെതിരെ ആകട്ടെ, കുടുംബ ജീവിതത്തിനെതിരെ ആകട്ടെ, അഭിഷക്തന്മാരെ ശുശ്രൂഷയ്ക്കെതിരെ ആകട്ടെ, ഏതുമായാലും അതിനെ ഓവർകം ചെയ്യാൻ ഒരാത്മിക അധികാരം. സാത്താനെ, എന്നെ വിട്ടുപോകാൻ. ഇത് ആത്മാവിൽ യേശു കാണുകയാ. ഈ തന്ത്രം സകലവും കാണിച്ചിട്ട് എന്നെ ഒന്ന് വണങ്ങിയാ മതി. സാത്താൻ പറയുക. യേശു പറഞ്ഞു, സാത്താനെ, എന്നെ വിട്ട് പോകൂ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? പിശാചിനോട് വചനത്തിൻ്റെ ശക്തിയാൽ ആ തന്ത്രങ്ങളെ നേരിടാൻ ദൈവമക്കൾ പഠിക്കണം, തയ്യാറാവണം. പിശാച് കൊണ്ടുവരുന്ന സകല ആയുധങ്ങളെയും വചനത്താൽ ജയിക്കണം. യേശു പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ ആരാധിച്ച് അവിടുത്തെ മാത്രമേ വണങ്ങാവൂ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവൂ പ്രിയരെ? മെറ്റീരിയലിനെ കൊണ്ട്, മെറ്റീരിയൽ കാണിച്ച്, മഹത്വം ലോകത്തിൻ്റെത് കാണിച്ച് അതുമായി കോംപ്രമൈസ് ചെയ്യിപ്പിക്കാനാണ് പിശാച് നോക്കിയത്. എന്നാൽ ഒരു ആത്മികനെ സംബന്ധിച്ച് ആരാധന മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിൻ്റെ മുമ്പിൽ അടിയറവ് പറയുന്നവനല്ല ഒരാത്മികൻ. മെറ്റീരിയലും വഴികളും കാണിച്ച് ഇത് നിനക്ക് തരാം, എന്നെ ഒന്ന് വണങ്ങാൻ പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും മുമ്പിൽ പോയി തലകുനിക്കരുത്. ഒരാത്മികനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, വ്യക്തവും ശക്തവും ആത്മനിയോഗത്തോടെ ഇത് ഞാൻ കൈമാറുമ്പോൾ കോംപ്രമൈസ് ചെയ്യരുത്. ആരാധന മണിയുടെ മുമ്പിൽ, ദറംസിൻ്റെയും ഡോളറിൻ്റെയും യൂറോയുടെയും മുമ്പിൽ ചില മെറ്റീരിയൽ കാണിച്ച് നിന്നെ ഒതുക്കാൻ നോക്കുമ്പോൾ വിളിച്ചു പറയണം, ആരാധനയ്ക്ക് കോംപ്രമൈസ് ഇല്ല. വണങ്ങേണ്ടവനെ ഞങ്ങൾ വണങ്ങൂ, ആരാധിക്കേണ്ടവനെ ഞങ്ങൾ ആരാധിക്കുന്നു, എത്ര ഡോളർ തന്നാലും. അതുകൊണ്ടല്ലേ ദാനിയേൽ, ശദ്രക്ക്, അബേദ്നെഗോവും നോക്കൂ, അവരെ ആരാധിക്കാൻ, അവർ ആരാധിച്ച ദൈവത്തിൻ്റെ മഹത്വം
തകർത്ത് കളയാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടവനോടെ പ്രാർത്ഥിക്കത്തുള്ളൂ, വണങ്ങേണ്ടവനെ വണങ്ങത്തുള്ളൂ, ജീവൻ പോയാലും കോംപ്രമൈസിന് ഞങ്ങൾ തയ്യാറല്ല. ആവർത്തിച്ചു പറയും, സാത്താന്യ ശക്തികളോട് വിട്ടുപോകാൻ, നിന്റെ ആരാധനയ്ക്ക് വില പറയുന്ന, നിന്റെ അഭിഷേകത്തിന് വില പറയുന്ന, നിന്റെ കുടുംബജീവിതത്തിന് വില പറയുന്ന ശക്തികളോട് പറ, വിട്ടുപോ. ഞങ്ങൾ ആരാധിക്കേണ്ടവനെ ഉണ്മയോടെ ആരാധിക്കും, ശക്തിയോടെ ആരാധിക്കും. ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും ഒരു അന്ധകാര മണ്ഡലത്തിനും ദൈവവും ഞങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വേർപെടുത്താൻ സാധ്യമല്ലെന്ന് പ്രഖ്യാപിക്കുന്ന ആത്മീകർ ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുമ്പോൾ സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. എത്രയോ പേർ മെറ്റീരിയലിന്റെ പുറകിന് പോയി ആരാധന അടിയറവ് പറഞ്ഞില്ലേ, ആത്മീകത്തിനകത്ത് കോംപ്രമൈസ് ചെയ്തില്ലേ, പ്രൈസ് ടു ജീസസ്. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായില്ലേ? അഡ്ജസ്റ്റ്മെന്റിന് ഒരു ആത്മീകൻ തയ്യാറാകരുത്. വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കണം, ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കണം. അങ്ങനെയെങ്കിൽ സാത്താന്യ ശക്തികളോട് വിട്ടു പോകാൻ പറയാനുള്ള അധികാരം നിങ്ങൾ ഉപയോഗിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഈ വചനം ഞങ്ങളുടെ കുടുംബങ്ങൾ കയറട്ടെ, ഞങ്ങളുടെ തലമുറകൾ കയറട്ടെ, അഭിഷക്തന്മാർ കയറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് കൊണ്ട് ജനത്തെ തകർക്കാൻ നോക്കുന്ന ചില തന്ത്രങ്ങളെ ആത്മീകൻ തിരിച്ചറിഞ്ഞ് ആരാധനയ്ക്കെതിരെയുള്ള കർത്താവേ സകല തന്ത്രവും അഡ്ജസ്റ്റ്മെൻറ്റുകളും കോംപ്രമൈസുകളും ഇന്ന് പകൽ മാറിപ്പോയി ശക്തമായി തീരുമാനമെടുക്കാൻ തൻ്റെ ജനത്തെ ദൈവം ഉപയോഗിക്കണമേ. അവരെ കർത്താവ് അതിനെ പ്രാപ്തരാക്കണമേ. പരിശുദ്ധാത്മാവ് അതിനെ ശക്തീകരിക്കണമേ. എത്ര മെറ്റീരിയൽ കിട്ടിയാലും ആരാധനയ്ക്ക് ഞങ്ങൾ കോംപ്രമൈസ് ഇല്ല. വിശുദ്ധിയോടെ ആരാധിക്കാൻ, പ്രമാണപ്രകാരം ആരാധിക്കാൻ, ചട്ടപ്രകാരം ആരാധിക്കാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ രോഗികൾ സൗഖ്യമാകട്ടെ, അടിപ്പിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, ജനം വിടുതലേക്ക് മടങ്ങി വരട്ടെ, ആത്മശക്തി ഏറ്റെടുക്കട്ടെ, അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാറട്ടെ. അല്പം അവിടെ അല്പം ഇവിടെ എന്നല്ല, കോടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ. വലിയ മുറുക്കൽ കർത്താവ് ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ സ്റ്റെപ്പ് എടുക്കൂ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. ആരാധിക്കേണ്ടവനെ ആരാധിക്കേണ്ട പോലെ ആരാധിക്കൂ. മെറ്റീരിയൽ ആരാധനയുമായിട്ട് കോംപ്രമൈസ് ചെയ്യരുത്. നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടവനെ ആരാധിക്കൂ. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്, ബഹുമാനത്തിന് യോഗ്യനാണ്, പുകഴ്ചയ്ക്ക് യോഗ്യനാണ്. ആ കർത്താവിനെ ഉണ്മയോടെ ആരാധിക്കൂ. ഈ വചനങ്ങളാൽ അവിടുന്ന് സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു.